Meet the editors. സർക്കാരിന് വ്യക്തതയില്ലേ എന്നാണ് ചോദ്യം. മീറ്റ് ദി എഡിറ്റേഴ്സ് തുടരുന്നു. സർക്കാരിന് വ്യക്തതയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഓരോ തവണ വന്യജീവി ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ സർക്കാർ വരുന്നു, നഷ്ടപരിഹാരം 10 ലക്ഷം പ്രഖ്യാപിക്കുന്നു. കുറച്ചുകൂടി സമ്മർദ്ദവും പ്രതിഷേധവും ഉണ്ടെങ്കിൽ മരിച്ചയാളുടെ വീട്ടുകാർക്കൊരു തൊഴിൽ കൂടി ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ചില പ്രഖ്യാപനങ്ങൾ വരുന്നു, ഫെൻസിങ് പൂർണ്ണമാക്കും, ട്രഞ്ച് വേണമെങ്കിൽ ചെയ്യും എന്നൊക്കെ പറയുന്നു, പിൻവലിയുന്നു. ഇതാണ് നമ്മൾ കുട്ടമ്പുഴയിൽ കണ്ടത്, തൊടുപുഴയിൽ കണ്ടത്, ഇടുക്കിയിൽ കാണുന്നത്, ഇപ്പോൾ മാനന്തവാടിയിലും കാണുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിലൊരു വ്യക്തതയില്ലേ? വ്യക്തത കുറവുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് സർക്കാർ അത് ആര് ഭരിക്കുന്നു എന്നതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും സ്റ്റേറ്റാണല്ലോ. സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ പൗരന്മാർക്ക് ജീവൻ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ആ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. നമ്മൾ ഇത്രാമത്തെ പ്രാവശ്യമാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലതവണ മീറ്റ് ദി എഡിറ്റേഴ്സ് ഈ വന്യജീവി ആക്രമണം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണ്. അതിൻ്റെ 1/3 വനമാണ്, അല്ലേ? 12,000 ചതുരശ്ര കിലോമീറ്ററോളം വനമാണുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ ഈ കേരളത്തിലെ വനത്തിനകത്ത് ഏതാണ്ട് 1 ലക്ഷത്തോളം ആദിവാസികൾ താമസിക്കുന്നുണ്ട്. വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ട് 1 ലക്ഷത്തോളം ആദിവാസികൾ. ഏതാണ്ട് 5 ലക്ഷത്തോളം നോൺ ട്രൈബ്സ് വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അങ്ങനെ 6 ലക്ഷം മനുഷ്യർ വനത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആവാസ വ്യവസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇതുകൂടാതെ 30 ലക്ഷത്തോളം ആളുകൾ വനാശ്രയമായിട്ട് ജീവിക്കുന്നുണ്ട്, വനാശ്രയ ജീവിതം ജീവിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അങ്ങനെ നോക്കൂ, 36 ലക്ഷം മനുഷ്യർ ഈ വനത്തോട് ചേർന്നും വനത്തിനുള്ളിലുമായി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ഒരു 3.5 കോടി ജനസംഖ്യ എന്ന് വെച്ചാൽ 10% ആളുകൾ ഈ രീതിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ 1000-ഓളം പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. ഏതാണ്ട് 430 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഈ വനാതിർത്തിയിലാണ്. എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1 കോടിയിലേറെ മനുഷ്യർ ഈ വനമേഖലയുമായി അടുത്ത് താമസിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പം തിരുവനന്തപുരം മുതൽ എടുത്താൽ, ഇപ്പം അഗസ്ത്യാർകൂടം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ വയനാട് മാത്രമല്ലല്ലോ പ്രശ്നം. ഇപ്പം നമുക്ക് പാലോട്, നെയ്യാറ്, അങ്ങനെയുള്ള വിതുര മേഖലകളൊക്കെ വനമേഖലകളാണ്. ഇപ്പോൾ കൊല്ലത്തേക്ക് വന്നാൽ കുളത്തൂപ്പുഴ, അരിപ്പ തുടങ്ങിയ പ്രദേശങ്ങൾ, അതൊക്കെ പിന്നെ വനമേഖലയാണ്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ റാന്നി, കോന്നി, തണ്ണിത്തോട്, സീതത്തോട് ഈ മേഖലയൊക്കെ വനമേഖലയാണ്. ഇടുക്കിയിൽ നമുക്കറിയുന്നത് പോലെ പൂപ്പാറ മുതൽ പീരുമേട്, ഈ കുമളി, അടിമാലി, മൂന്നാർ ഈ മേഖലകൾ മുഴുവൻ വനമേഖലകളാണ്. ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് കുട്ടമ്പുഴ, അതുപോലെ തന്നെ കോതമംഗലം ഈ പ്രദേശങ്ങളെല്ലാം വനമേഖലയാണ്. തൃശ്ശൂർ ഇപ്പം വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി, വാഴച്ചാൽ, അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാട്ടാന ഇറങ്ങിയിട്ട് മയക്കുവെടി വെച്ചിട്ടേ ഉള്ളൂ. അതേപോലെ മലക്കപ്പാറ, ആ പ്രദേശങ്ങളെല്ലാം തന്നെ വന അതിർത്തിയുമായി ബന്ധപ്പെട്ടോ വനപ്രദേശങ്ങളുമാണ് എന്നുള്ളതാണ്. പാലക്കാട് വാളയാറാണെങ്കിലും നെല്ലിയാമ്പതി ആണെങ്കിലും അട്ടപ്പാടി ആണെങ്കിലും ധോണി ആണെങ്കിലും വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. കോഴിക്കോടാണെങ്കിൽ ഊരാച്ചുണ്ട്, പെരുവണ്ണാമൂഴി, തിരുവമ്പാടി, കക്കയം ഈ മേഖലകളെല്ലാം വനമേഖലകളാണ്. ആലപ്പുഴ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാം മലപ്പുറത്ത് നിലമ്പൂർ എന്ന് പറയുന്നത് മേഖലയാണ്. വയനാട് പൂർണ്ണമായും പിന്നെ വനമേഖലയാണ്. കണ്ണൂരാണെങ്കിൽ ആറളം, കേളകം, കൊട്ടിയൂർ ഈ മേഖലകളെല്ലാം വനമേഖലയാണ്. അപ്പം ഇത് വയനാടിൻ്റെ മാത്രം പ്രശ്നമല്ല. ഞാൻ ഈ വിശദമായിട്ട് ഈ ഭൂവിസ്തൃതിയിൽ എങ്ങനെയാണ് വനമേഖലയുമായി ബന്ധപ്പെട്ട് മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. അപ്പം ഇത് കേരളത്തിൻ്റെ മൊത്തം പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 8 വർഷം സർക്കാർ തന്നെ നൽകിയിരിക്കുന്ന 800-ലേറെ പേര് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതിലേറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരിച്ചവരാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാട്ടാന ആക്രമണമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാട്ടുപോത്തിൻ്റെ ആക്രമണമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കടുവയുടെ ആക്രമണമാണ്. നമ്മളിപ്പോൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നോക്കൂ, 2025 ആരംഭിച്ചിട്ട് 3 ആഴ്ചയായിട്ടുള്ളൂ. 3 ആഴ്ചയ്ക്കകത്ത് 3 മരണങ്ങളാണ് വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായത്, അല്ലേ? ജനുവരി 5-ാം തീയതി മണി മരിക്കുന്നു, ജനുവരി 15-ാം തീയതി സരോജിനി മരിക്കുന്നു, ഇന്നിപ്പോൾ രാധ മരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇന്നിപ്പോൾ രാധയുടെ മരണത്തിൻ്റെ പ്രത്യേകത എന്താ? കാപ്പിത്തോട്ടത്തിലാണ് ഈ മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കാപ്പിത്തോട്ടത്തിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പം വനം കയറുകയോ അല്ലെങ്കിൽ വനത്തിനകത്തേക്ക് പ്രവേശിക്കുകയോ ചെയ്തപ്പോൾ മരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഈ വനവും വനത്തിനകത്തെ ജീവികളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ഒരു തർക്കവും വേണ്ട. അതിനും സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് വനത്തിനിപ്പുറത്തെ ജനവാസ മേഖലയിലെ മനുഷ്യരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത്. അപ്പോൾ 2 ഉത്തരവാദിത്തങ്ങൾ സ്റ്റേറ്റിനുണ്ട്. ആ സ്റ്റേറ്റ് അവിടെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ വളരെ ഗൗരവതരമായിട്ട് ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പം എന്തുകൊണ്ടാണ് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഈ രീതിയിൽ വന്യജീവി ആക്രമണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ അവർ പറയുന്നത്, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത്, നോക്കൂ, നമ്മുടെ വനത്തിനകത്ത് ഈ ഒരു പ്രത്യേക ഇക്കോസിസ്റ്റം ഉണ്ട്, ആ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം മരിച്ചു പോയിട്ടുള്ള മണിയുണ്ടല്ലോ, പൂച്ചാക്കൽ മണി എന്ന് പറയുന്നത്. പൂച്ചാക്കൽ മണിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചോലനായ്ക്കർ സമുദായത്തിൽപ്പെട്ട ആളാണ് അയാൾ.
അയാൾ അവിടെ ഗുഹയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എത്രയോ കാലമായിട്ട് അവിടെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ പോയ കരളായിൽ പോയാൽ നിങ്ങളുടെ ഒരു കോൺടാക്ട് പോയിന്റ് ഈ മണിയാണ്. നിങ്ങൾക്ക് അകത്തേക്ക് പോകണമെങ്കിൽ മണി നിങ്ങളെ കൊണ്ടുപോകും. കാരണം അത്രയേറെ മണിക്ക് ആ സ്ഥലവുമായി ഇടപഴകി പരിചയമുണ്ട്. അവിടുത്തെ വന്യജീവികൾക്ക് മണിയെയും അറിയാം, മണിക്ക് വന്യജീവികളെയും അറിയാം. ആ ഒരു ജീവിത വ്യവസ്ഥയുണ്ട് അതിനകത്ത്. അങ്ങനെയുള്ളൊരു മണിയാണ് കൊല്ലപ്പെടുന്നത്. ആ കൊലപാതകം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ദാരുണമാണ്, 6 മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മണിയിലേക്ക് ഈ ആനയുടെ ശ്രദ്ധ ആകർഷിച്ചിട്ട് പിന്നെ രക്തസാക്ഷിയാകുന്ന യഥാർത്ഥത്തിൽ. മണിയുടെ ഒരു അമ്മാവനുണ്ടായിരുന്നു, 2022 മരിച്ചുപോയ ആളാണ്, കാട്ടാന ചവിട്ടി കൊന്ന ആളാണ്, കരിമ്പുഴ മാതൻ എന്ന് പറഞ്ഞു. അന്ന് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ആ ചിരി മാഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രങ്ങളൊക്കെ വാർത്ത കൊടുത്തിരുന്നത്. 2001 റിപ്പബ്ലിക് ദിന പരേഡിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ആ പരേഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കരിമ്പുഴ മാതനും ഈ പറഞ്ഞ കണക്ക് ഈ എത്രയോ കാലമായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളാണ്, ചോലനായ്ക്കർ സമൂഹത്തിൽപ്പെട്ട ആളാണ്. അയാൾക്ക് അവിടുത്തെ എല്ലാ മൃഗങ്ങളെയും അറിയാം, മൃഗങ്ങൾക്ക് അയാളെയും അറിയാം. അപ്പോൾ ഈ മാതിനെക്കുറിച്ചും മണിയെക്കുറിച്ചും ഒക്കെ പറയുക, അവിടുത്തെ നദിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പുറത്ത് ഈ കാട്ടാനകൾ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും. അവർ മാതിനെയോ അല്ലെങ്കിൽ മണിയോ ആക്രമിക്കത്തില്ല. ആ മണിക്ക് അവരെങ്ങനെ പെരുമാറുമെന്നറിയാം, മാതിനെങ്ങനെ പെരുമാറുമെന്നറിയാം. ഈ രീതിയിൽ അവർക്കിടയിൽ ഒരു പരസ്പര ബന്ധത്തിൻ്റെ ഒരു ഇക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥയും ഉണ്ട്. അങ്ങനെയാണ് ആ മനുഷ്യർ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല 10 കിലോമീറ്റർ പുറത്തേക്ക് റേഷൻ വാങ്ങിക്കാൻ വരുമ്പോഴാണ് കേട്ടോ മാതൻ ചവിട്ടി കൊല്ലപ്പെടുന്നതെന്ന് പറയുന്നത്. എല്ലാ ബുധനാഴ്ചയും കരിമ്പുഴ മാതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ നടന്ന് പുറത്ത് വന്നിട്ടാണ് ഈ റേഷനറിയും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ പറയുന്ന അസുഖമായിട്ട് കിടക്കാണ്, കരിക്ക എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ അവിടുത്തെ മൃഗങ്ങളുമൊക്കെ ആയിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥിതി ഇല്ലാതായിട്ടുണ്ട് ആ കാടിനുള്ളിൽ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനം 2 മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് വനാതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന് കർണാടകവും ഒന്ന് തമിഴ്നാടും. ഇവിടെ നിന്ന് വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ നമ്മുടെ വനങ്ങളിലേക്ക് കുടിയേറുന്നുണ്ട്. അങ്ങനെ കുടിയേറാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഈ ഭാഗങ്ങളിൽ, അതായത് ഈ കർണാടക തമിഴ്നാട് അതിർത്തികളിലേക്കുള്ള വനങ്ങളിൽ വെള്ളം കിട്ടാനില്ല. അപ്പോൾ ഈ ജലദൗർലഭ്യം ഉണ്ടാകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങും. അങ്ങനെ കടന്നു വരുന്ന മൃഗങ്ങളും ഇവിടെ നിലവിലുള്ള മൃഗങ്ങളും ഒക്കെ ചേർന്നിട്ട് ഈ ആവാസ വ്യവസ്ഥ ഭേദിക്കപ്പെട്ടിട്ടുണ്ട്. വേറൊരു തരം ആവാസ വ്യവസ്ഥയിലേക്ക് ഈ വനത്തിലെ അന്തരീക്ഷം മാറുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ജനവാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അത് നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ വനത്തിനകത്തുള്ള ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നു. ആ ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് മറ്റ് വനമേഖലകളിൽ നിന്നുള്ള ഈ വന്യജീവികളുടെ കുടിയേറ്റം. അതിന് നമുക്കൊരു വഴിയുണ്ടോ? നമുക്കതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന ഈ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വനവും ആ വനമേഖലയെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായി ജനവാസ മേഖലയെ സംരക്ഷിക്കുന്നതാണ്. ആ ഡിവിഷൻ നമ്മൾ എങ്ങനെയാണ് നടപ്പാക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിരുന്ന് ചർച്ച ചെയ്തൊരു വിഷയമുണ്ടല്ലോ, ഒന്നും വേണ്ട, ഈ പറയുന്ന ഒരു യുവാവ് അടുത്തിടെ ചവിട്ടിക്കൊന്നതിൻ്റെ ഒരു കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാതെ ഇരുന്നതായിരുന്നു. എൽദോസ് മരിക്കുന്നത് വനത്തിനകത്ത് കയറി പോയിട്ടല്ല, ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇരുട്ടത്ത് ആന നിൽക്കുന്നത് കാണുന്നില്ല. ആന അപ്പം അങ്ങോട്ട് വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. എങ്കിൽ കൂടിയും അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജീവൻ പോവില്ല. ഇതിനൊക്കെ ആരാണ് ഉത്തരവാദികൾ? അപ്പം ഞാൻ പറയുന്നത്, ഇതിനകത്ത് വനനിയമ ഭേദഗതി ചെയ്യണമെങ്കിൽ അത്തരം ഭേദഗതികളിലേക്ക് വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി സർക്കാരുകൾ സഞ്ചരിക്കണ്ടേ? അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അവർ, കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണെങ്കിൽ അവർ, നമുക്കൊരു കൺസെൻസസിൽ എത്തണ്ടേ? ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ? ഇവിടെ മരിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കിയേ, ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, തൊഴിലാളികൾ ആയിട്ടുള്ള ആളുകൾ, വിറക് പെറുക്കാൻ പോകുന്നവർ, പുല്ല് ചെത്താൻ പോകുന്നവർ, ഈ രീതിയിൽ താഴെത്തട്ടിൽ, സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളാണ് ഈ പറയുന്ന വന്യജീവി ആക്രമണത്തിൽ നിരന്തരം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഭാഗത്തോട് ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എന്ത് കമ്മിറ്റ്മെൻറ്റാണ് ഉള്ളത്? അതും ഒരു പ്രശ്നമല്ലേ? കാരണം വെച്ചാൽ ഇവിടെ ഒരു ഇടത്തരക്കാർ മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഈ സൊസൈറ്റി പ്രതികരിക്കുന്ന രീതി, ഒരു സ്റ്റേറ്റ് പ്രതികരിക്കുന്ന രീതി, ഇതൊക്കെയാണോ? അപ്പോൾ ഇതിനകത്തൊരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നവുമുണ്ട്. ഈ മനുഷ്യരെല്ലാം അവിടെ ഇരുന്ന് പണിയെടുക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റാൻ കൂടി വേണ്ടിയിട്ടാണല്ലോ. ആ ഒരു അപ്രോച്ച് നമുക്കില്ല. അപ്പം അങ്ങേയറ്റം വളരെ വളരെ ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ച് ഈ കാര്യത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ട്രെഞ്ചിങ് എന്ന് താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ പെട്ടെന്ന് പറയും, ഫെൻസിങ് ചെയ്യുമെന്ന് പറയും. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തുമെന്ന് പറയും, കിടങ്ങുകൾ ഉണ്ടാക്കുന്നു എന്ന് പറയും, മതിലുകൾ കെട്ടി ഉയർത്തുന്നു എന്ന് പറയും. എവിടെ എന്ത് നടക്കുന്നു? ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞൊരു 3 മാസത്തിനകത്ത് നമ്മൾ 4 തവണയെങ്കിലും ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്, 4 തവണ മിനിമമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അത് നമ്മൾ നിരന്തരം ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നത്തിങ് ഈസ് ഹാപ്പനിങ്. ഒരു ഇനിഷ്യേറ്റീവ് ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് 11 ലക്ഷം രൂപ, ഇന്ന് 1 ലക്ഷം രൂപ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ 10 ലക്ഷവും 11 ലക്ഷവും അതിനകത്ത് 5 ലക്ഷം എന്തോ കൊടുത്തു എന്ന് തോന്നുന്നു. ഇനി ഒരാൾക്ക് തൊഴിൽ കൊടുക്കും. ആദ്യം തന്നെ മന്ത്രി പറയുന്നത് എന്താ, വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറാണ്, അതുകൂടി പരിഗണിച്ചായിരിക്കും സഹായം എന്നാണ്. ഈ വനം മന്ത്രി ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോയിട്ടുണ്ടോ അടുത്ത കാലത്ത്? കണ്ടിട്ടില്ല. ഇല്ല, ഞാനും കണ്ടിട്ടില്ല. വനം മന്ത്രിയുടെ ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം ഇത് ചെയ്യണം,
ഈ കാര്യത്തിലൊരു പഠനം നടത്തണം, അതിനകത്ത് ഇനിഷ്യേറ്റീവ് വേണം, അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കണം, ആ വകുപ്പ് എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഒപ്പം തന്നെ ഈ കാര്യത്തിനകത്തൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനം ഉണ്ടല്ലോ, അതിനകത്ത് അവിടെ പോകണ്ടേ, ആ സ്ഥലങ്ങളിൽ പോകണ്ടേ. ഏതെങ്കിലും അടുത്ത കാലത്ത് നടന്ന ഒരു മരണത്തിൽ പോലും, ഒരു വന്യജീവി ആക്രമണത്തിൽ മരിച്ച ആളുടെ വീട്ടിൽ പോലും ഈ വനമന്ത്രി പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വളരെ നിസ്സംഗമായൊരു സമീപനം ഇക്കാര്യത്തിലുണ്ട്. അൺഫോർച്ചുനേറ്റ് ആണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സർക്കാരിന് ഇതിൽ വ്യക്തതയില്ലേ എന്നാണ് ചോദ്യം. സർക്കാരിന് ഒരു ഐഡിയയും ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. എത്രയെത്ര മരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. വയനാട് മാത്രം ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 183 പേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 8 പേർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കടുവയുടെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 46 വർഷത്തിൻ്റെ ചരിത്രമെടുത്താൽ കേരളത്തിൽ 2024 ഡിസംബർ വരെ മാത്രം 915ഓളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ വന്യജീവി സംഘർഷങ്ങളിൽ നിന്ന്, ഈ വന്യജീവി കൊലപാതകങ്ങളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ ശാശ്വതമായ എന്ത് മാർഗമാണുള്ളത്? നമുക്ക് രണ്ടായി തന്നെ തിരിക്കാം. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ വനനിയമ ഭേദഗതിയും. ശരിയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ 1972 വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്യജീവി സംഘർഷത്തിൽ മനുഷ്യപക്ഷത്ത് നിന്ന് ഇടപെടുന്നതിനൊരു ചെറിയ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം 1972 സെക്ഷൻ 11(1)(a) പ്രകാരം നിങ്ങൾ ഷെഡ്യൂൾഡ് 1-ൽപ്പെട്ടിരിക്കുന്ന അഥവാ പട്ടിക 1-ൽപ്പെട്ടിരിക്കുന്ന ഒരു വന്യജീവിയെ, ഉദാഹരണത്തിന് കടുവയെപ്പോലെ, കാട്ടാനയെപ്പോലെ ഒരു ജീവിയെ നിങ്ങൾക്ക് വെടിവെക്കണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ പാലിക്കണം. ഒന്ന്, ആ കടുവയെ കെണിവെച്ച് പിടികൂടാൻ, കൂടുവെച്ച് പിടികൂടാൻ കഴിയില്ല എന്ന് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെടണം. 2, മറ്റൊരു തരത്തിൽ ആ മറ്റൊരു സ്ഥലത്തേക്ക് തുറന്നുവിട്ട് പരിക്കുപറ്റാതെ ആ കടുവയെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. 3, അതൊരു ഹാബിച്വൽ മാനീറ്ററാണ്, അഥവാ നിരന്തരമായി മനുഷ്യരെ തിന്നുകൊണ്ടിരിക്കുന്ന കടുവയാണ്, ഒരു നരഭോജി കടുവയാണ് എന്നത് സാക്ഷ്യപ്പെടുത്തണം. ഈ ഹാബിച്വൽ മാനീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ രാധയെ കൊന്ന കടുവയെ ഹാബിച്വൽ മാനീറ്ററായിട്ട് നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നില്ല. പകരം അത് ഒരു മനുഷ്യനെ കൊന്ന ഒരു കടുവ എന്ന് മാത്രമേ ഉള്ളൂ. മാനീറ്ററായ പോരാ, ഹാബിച്വൽ മാനീറ്ററായി തീരണം. നിരന്തരം നരഭോജിയായ കടുവയെ മാത്രമേ വെടിവെക്കാനുള്ള അനുവാദം നൽകുന്നുള്ളൂ റെഗുലേഷൻസ് പ്രകാരം. അപ്പോൾ ഈ വന്യജീവി നിയമത്തിലെ ഭേദഗതി വേണ്ടതല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. 2018 മഹാരാഷ്ട്രയിലാണ്. അവിടെ ഒരു സ്ഥലത്ത് അവനി എന്നു പേരുള്ള ഒരു കടുവയെ വെടിവെച്ച് കൊന്നു ഒരു വൈൽഡ് ലൈഫ് വാർഡൻ. അദ്ദേഹം ഉത്തരവിട്ടു. ആ ഉത്തരവിട്ടതിൻ്റെ കാര്യം എന്താ? 13 മനുഷ്യരെയാണ് അവനി എന്ന് പറയുന്ന കടുവ കടിച്ചു കൊന്നത്. അങ്ങനെ ആ വൈൽഡ് ലൈഫ് വാർഡനെ ഒടുവിൽ നാഗ്പൂർ ബെഞ്ച്, മഹാരാഷ്ട്രയിലെ ബോംബെ കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് നിരന്തരം വിളിപ്പിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യം, അതൊരു ഹാബിച്വൽ മാനീറ്റർ ആണെന്ന് താങ്കൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? എങ്ങനെയാണ് ഈ 11(1)(a) പ്രകാരം നിങ്ങളതിനെ കൊല്ലാമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ്. ഇപ്പോഴും ആ കേസ് ഡിസ്പോസ് ആയിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരാളും ഉത്തരവിടാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന വന്യജീവി നിയമത്തിൻ്റെ സെക്ഷൻ 11(1)(a) പ്രകാരം നിലവിൽ ഷെഡ്യൂൾഡ് 1-ൽപ്പെട്ടിരിക്കുന്ന ഒരു വന്യജീവിയെ അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ മറിച്ചൊരു ചോദ്യം വരും, വന്യജീവികളെ വെടിവെച്ച് കൊല്ലുന്നതാണോ ഇതിനുള്ള ഒറ്റമൂലി? മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വീഡനിലും നോർവേയിലും അടക്കം നിങ്ങൾ നോക്കൂ, അവിടെ മനുഷ്യജീവിതത്തിന് തടസ്സം നിൽക്കുന്ന, മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന വന്യജീവികളെ നിങ്ങൾക്ക് വേട്ടയാടാനും അവയുടെ മാംസം ഉപയോഗിക്കാനുമുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിലെ നാഷണൽ അനിമലിനെ തന്നെ നിങ്ങൾക്ക് വേട്ടയാടാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മുള്ളംപന്നി, അതേപോലെ കാട്ടുപന്നി, മാൻ തുടങ്ങിയവ വിളകൾ നശിപ്പിക്കുകയും മനുഷ്യജീവന് സ്വസ്ഥത കിട്ടുകയും ചെയ്യുന്നില്ല എന്ന് കാണുന്ന ഘട്ടത്തിൽ അവയെ വെടിവെച്ച് കൊന്ന് അവയുടെ മാംസം ഗിഫ്റ്റായി കൊടുക്കാമെന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിലാണ്. അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ തന്നെ ഈ വന്യമൃഗജീവികൾ മനുഷ്യർക്ക് തടസ്സമാകുന്ന ഘട്ടത്തിൽ അവയെ കൊന്ന് മനുഷ്യർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേസമയം ഒരു എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ സ്ഥാപിക്കണമെന്നുള്ള കൺസർവേഷനിസ്റ്റുകളുടെ അഥവാ പരിസ്ഥിതിവാദികളുടെ അഭിപ്രായത്തെ നമ്മൾ പിന്താങ്ങുകയും ചെയ്യുന്നു. അത് ലോങ് ടൈമിൽ നമ്മുടെ തലമുറയ്ക്ക് വന്യജീവികളും വനവും അടങ്ങുന്ന ഒരു എക്കോസിസ്റ്റം വേണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വയനാട്ടിൽ നോക്കൂ, ആരെങ്കിലും ശാസ്ത്രീയമായൊരു പഠനം നടത്തിയിട്ടുണ്ടോ? വയനാട്ടിലെ വനങ്ങൾ ചുരുങ്ങുന്നതും മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നതും. നേരത്തെ എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശശീന്ദ്രൻ നായർ പറയുന്നൊരു കാര്യമുണ്ട്. 1950 കണക്കെടുത്ത് നോക്കിയാൽ 1800 കിലോമീറ്റർ സ്ക്വയർ ഉണ്ടായിരുന്ന വയനാട്ടിൻ്റെ വനവിസ്തൃതി എന്ന് പറയുന്നത് പിന്നീട് 800 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങുകയും ഇപ്പോൾ 250-300 സ്ക്വയർ കിലോമീറ്റർ താഴെയായിട്ട് മാറുകയും ചെയ്യുന്നു. പോപ്പുലേഷൻ നോക്കൂ, 50,000-ൽ നിന്ന് 8 ലക്ഷമായിട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനവും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, ഈ
ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ നടത്താൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്. അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അതിലൊരു ഉദാഹരണമാണ് വിവിധ പ്ലാന്റേഷനുകൾ സർക്കാരിൻ്റെ ഭാഗമുണ്ട്. നോക്കൂ, ഈ വയനാട്ടിലെ നമ്മൾ വനമെന്ന് പറയുന്നുണ്ടെങ്കിലും പല പ്രദേശങ്ങളും മോണോക്രോപ്പുള്ള പ്ലാന്റേഷനുകളാണ്. സ്വർണ്ണക്കൊന്നയാണെങ്കിൽ അത്, ഈ പറയുന്ന അക്കേഷ്യ ആണെങ്കിൽ അത്, അതേപോലെ തേക്ക് പ്ലാന്റേഷനുകളാണെങ്കിൽ അത്, ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഒരു റിസർവ് ഫോറസ്റ്റ് അല്ല. ഇതൊന്നും വനത്തിൻ്റെ എക്കോളജിക്കൽ സ്വഭാവമുള്ള സ്ഥലങ്ങളല്ല. ഇവയൊക്കെ വീണ്ടെടുത്ത് റിസർവ് വനത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി അവിടെ ഒരു എക്കോ റീസ്റ്റോറേഷൻ ചെയ്യാൻ ഈ സർക്കാരിന് എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ഒരു പദ്ധതിയുമില്ല. ഒരു കാട്ടാന ഇറങ്ങുമ്പോൾ ഫെൻസിങ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം കൊടുത്ത് മരിച്ച വീട്ടിലെ ആളുകളെ പോയി ആശ്വസിപ്പിക്കാൻ പോലും നമ്മുടെ വനംവകുപ്പ് മന്ത്രി എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് അടിയന്തരമായി നിലവിൽ നമ്മുടെയൊക്കെ മനുഷ്യജീവന് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം തടസ്സമാണെങ്കിൽ നമ്മളതിനെ പറയുക പബ്ലിക് ന്യൂസൻസ് എന്നാണ്. CRPC എന്നൊരു വകുപ്പുണ്ട് 133. CRPCയിലെ 133 വകുപ്പ് പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റ് കൂടെയായ കളക്ടർക്ക് ആ പബ്ലിക് ന്യൂസൻസ് ഒഴിവാക്കാനുള്ള അവകാശമുണ്ട് CRPC 133 പ്രകാരം. പക്ഷേ ഒരു വന്യമൃഗം നിങ്ങൾക്ക് പബ്ലിക് ന്യൂസൻസ് ആണെങ്കിൽ സെക്ഷൻ 133 ഉപയോഗിക്കാൻ കഴിയുമോ? കോടതി പറഞ്ഞു പറ്റില്ല. കളക്ടർക്ക് ഉത്തരവിടാൻ കഴിയില്ല. അതാണിപ്പോൾ വൈൽഡ് ലൈഫ് കൺസർവേറ്ററുടെ ഉത്തരവാദിത്വത്തിലേക്ക് പോകുന്നത്. ഒരു വൈൽഡ് ലൈഫ് കൺസർവേറ്റർക്ക് മാത്രം ഉത്തരവിടാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തിനേറെ കാട്ടുപന്നി വിളകൾ നശിപ്പിക്കുന്നതല്ലേ? ആ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതിന് നടന്നിട്ടില്ല. അതിന് താൽക്കാലികമായി വെടിവെക്കാനുള്ളൊരു അവകാശം ഓണററി വൈൽഡ് ലൈഫ് കൺസർവേഷൻ സ്റ്റാറ്റസ് കൊടുത്തിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ തിരിച്ചെടുക്കാൻ പോവുക. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് മലയോരത്തെ കർഷകരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. ഇതിൽ സർക്കാരിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ പ്ലാൻ ഉണ്ടോ സർക്കാരിന്? ഇവിടെയുള്ള വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ പ്രത്യേക പെട്രോളിംഗ് സംഘമുണ്ടോ? പ്രത്യേക RRT സംഘം അവിടെ കൃത്യമായി പെട്രോളിംഗ് നടത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എൽദോസിൻ്റെ കഥ അറിയില്ലേ? എൽദോസിന് നടന്നു പോകാനുള്ള വഴിവിളക്ക് പോലും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അവിടെ ആന വന്ന് നിൽക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിച്ചിട്ട് അവിടെ വാഹനമെടുക്കാൻ അതിൽ ഡീസൽ ഇല്ലായിരുന്നു എന്നാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞിരുന്നതായി ചില പ്രതികരണങ്ങൾ വന്നിരുന്നത്. അപ്പോൾ അത്തരം നിരുത്തരവാദപരമായി ശ്രമിക്കുന്നു. മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു കാട്ടിലൊരു കടുവ ഇറങ്ങിയാൽ, ഇന്ന് നമ്മളോട് സംസാരിച്ച കോപ്പി പറയുന്നുണ്ട്, 3 ദിവസം മുമ്പ് ഈ വീടിന് മുൻപിലൂടെ ഈ കടുവ നടന്നു പോയതിൻ്റെ കാൽപ്പാടുകളുണ്ടായിരുന്നു. ഇത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ട്രാക്ക് ചെയ്യുന്നുണ്ടോ? അവിടെ തണ്ടർബോൾട്ടിൻ്റെ സംഘം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചനയും നാട്ടുകാർക്ക് കൊടുക്കാതിരിക്കുന്ന സ്റ്റേറ്റ് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ സ്റ്റേറ്റിന് ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമില്ല. വന്യജീവി സംഘർഷം ഇങ്ങനെ തുടരുന്ന സമയത്ത് ഒരു വലിയ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ കുറച്ചു നേരത്തേക്ക് തടഞ്ഞു നിർത്തുന്നു. ആ തടഞ്ഞു നിർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മൃതദേഹവുമായിട്ട് ഒരു വലിയ പൊതു പ്രതിഷേധം ഉണ്ടാവുന്നു. ആ പ്രതിഷേധത്തിന് നടുവിലേക്ക് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് സർക്കാർ ചില കാര്യങ്ങൾ തീരുമാനിച്ചെത്തുന്നു എന്നതിനും അപ്പുറത്തേക്ക് ശാശ്വതമായൊരു പരിഹാരത്തിന് ഇന്നുവരെയും ശ്രമിച്ചിട്ടില്ല. 600 കോടിയിലധികം ഒരു പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ല. ആ അർത്ഥത്തിൽ വളരെ കുറച്ച് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിലും ഭേദം വയനാടാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ സർക്കാരിന് വ്യക്തതയില്ലേ എന്ന ചോദ്യത്തിന് സർക്കാരിന് ഒരു ഐഡിയയും നിലവിൽ ഇതിൽ വിശാലമായിട്ടില്ല. വനംവകുപ്പ് മന്ത്രി ഇതിൽ പ്രത്യേക താല്പര്യം എടുക്കുന്നില്ല എന്നതാണ് എനിക്കുള്ള വിമർശനം. അത് അങ്ങനെ ചെയ്താൽ പോരാ. വനംവകുപ്പ് മന്ത്രി ഇവരുടെ വീടുകൾ സന്ദർശിക്കണം. മലയോര മേഖലയിൽ 185 പഞ്ചായത്തുകളുണ്ട്. ആ 185 പഞ്ചായത്തുകൾ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്തുകളിലൂടെ വനംവകുപ്പ് മന്ത്രി ഒന്ന് യാത്രയൊക്കെ ചെയ്യണമെന്നേ. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം ഒന്ന് കേൾക്കണം. ഒരു പൊതു അദാലത്ത് വനംവകുപ്പ് സംഘടിപ്പിക്കണം. ഈ വന്യജീവി സംഘർഷമുള്ള മേഖലയിൽ ജനങ്ങളുടെ കൂടി പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടൊരു മാസ്റ്റർ കൺസർവേഷൻ റീസ്റ്റോറേഷൻ പ്ലാൻ സംസ്ഥാന സർക്കാരും വനംവകുപ്പും തയ്യാറാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനൊന്നും അദ്ദേഹത്തിന് സമയമില്ല. വനംവകുപ്പ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊക്കെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ പ്രതിപക്ഷത്തിന് മലയോര കർഷക സംരക്ഷണം മാർച്ച് തുടങ്ങുന്നുണ്ട്. PV Anwar ഈ വിഷയം ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ അതേസമയം ഇതേ വനംവകുപ്പ് ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ പ്രതിഷേധിക്കുന്ന മനുഷ്യരുടെ പേരിൽ ബീറ്റ് ഓഫീസർക്ക് കേസെടുത്ത് അവരെ ജയിലിലിട്ട് പൂട്ടാനുള്ള വനനിയമ ഭേദഗതിയെക്കുറിച്ച് ആലോചിച്ച വനംവകുപ്പാണ് നമുക്കുള്ളത്. തൽക്കാലം പ്രതിഷേധത്തെ തുടർന്നത് മാറ്റിവെച്ചിരിക്കുന്നു. അഥവാ അത് കൊണ്ടുവരില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വനംവകുപ്പിന് കുറച്ചൊക്കെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ ഒരു സെൻസിറ്റിവിറ്റിയും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സർക്കാരിന് ഒട്ടും വ്യക്തത ഈ വിഷയത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിലില്ല എന്നതാണ് എൻ്റെ ടേക്ക്. സർക്കാരിന് വ്യക്തതയില്ലേ എന്നാണ് ചോദ്യം. സുജയ.
സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ വ്യക്തതയുണ്ട് എന്ത് ചെയ്യണമെന്നറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഒരു വകുപ്പ് ഇങ്ങനെ മയക്കുവെടി ഏറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ളതാണ് വസ്തുത. വനംവകുപ്പിനെ ആ മയക്കുവെടിയിൽ നിന്ന് ആരുണർത്തും, കൃത്യമായി ആര് കാട് കയറ്റും എന്നതാണ് ഇവിടുത്തെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ തവണയും വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുമ്പോൾ, നമ്മളിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എന്തിനാണോ ചികിത്സ വേണ്ടത് അവിടെ കൃത്യമായ ചികിത്സ കിട്ടുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആ ചികിത്സ കിട്ടേണ്ടത് വനംവകുപ്പിനും വനം മന്ത്രിക്കുമാണ്. അത് പക്ഷേ ഈ മയക്കുവെടി ഏറ്റതുപോലെ പ്രയോഗത്തിൽ ക്ഷമിക്കണം പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇത്രയും മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കും. പണമെന്ന് വെച്ചാൽ ജീവന് പരിഹാരമാകും എന്ന് കരുതുന്ന ഒരു മന്ത്രിയുള്ള ഒരു വകുപ്പിൽ ഇങ്ങനെയുള്ള നിരുത്തരവാദപരമായ സമീപനം തുടരുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം തോന്നുന്നില്ല. കാരണം ആളുകളെ എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യാം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയൊക്കെ അധികാരം കൊടുക്കാം എന്നതിനെക്കുറിച്ച് കാര്യമായി തന്നെ ആലോചിക്കുകയും അങ്ങനെയുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് അവസാനം വരെ നീക്കം നടത്തുകയും ചെയ്ത ആളാണല്ലോ. അദ്ദേഹത്തിന് അതിലൊന്നും ഒട്ടും ഖേദം ഇപ്പോഴും ഉള്ളതായി കരുതുന്നില്ല. സർക്കാർ ഈ പ്രതിഷേധമൊക്കെ വന്നപ്പോൾ പിന്മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി തന്നെ മുന്നോട്ട് പോയേനെ. അതുപോലും കൃത്യമായി ചിന്തിക്കാനോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയുക എന്ന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറയും. അതുപോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ വനം മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ 8ാമത്തെ ജീവനാണ് കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2015 മുത്തങ്ങയിൽ ഭാസ്കരനും കുറിച്യാട് ബാബുരാജും 2 പേരുടെ ജീവൻ പോയി. 2017 അതായത് 2015 നമ്മൾ വിട്ടുകഴിഞ്ഞാൽ 1ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം 6 പേരുടെ ജീവനാണ്, ഇന്നത്തേത് അടക്കം 6 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2017 തോൽപ്പെട്ടിയിൽ ബസവൻ, 19 കുറിച്യാട് ജഡയൻ, 20 ചെതലത്ത് ശിവകുമാർ, 23 2 പേർ പുതുശ്ശേരി സാലു, വാഗേരി പ്രജീഷ്. ഇതിൽ ഏറ്റവും അവസാനത്തേത് നമുക്കെടുക്കാം. വാഗേരി പ്രജീഷിൻ്റെ ആ സമയത്ത് എന്താണ് പറഞ്ഞത്? ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വലിയ പ്രതിഷേധമായിരുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും, അതായത് കടുവയുടെ ആക്രമണം, വന്യജീവികളുടെ ആക്രമണം അത് ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കുമെന്ന്. എന്നിട്ട് ആ മുന്നൊരുക്കം എവിടെ? നമ്മൾ ഇന്ന് ആ പ്രദേശത്തെ മുഴുവൻ ഈ RRT സംഘം പോകുന്ന ഭാഗമൊക്കെ കണ്ടതാണ്. അവിടെ ഈ കാടും കാപ്പിത്തോട്ടവും തമ്മിൽ വേർതിരിക്കുന്നതിനായിട്ടുള്ള ഫെൻസിങ് എവിടെയെങ്കിലും നമ്മൾ കണ്ടോ? ഒരിടത്ത് പോലുമില്ല. ഈ സ്ത്രീ പണിയെടുക്കാൻ പോയത് അവരുടെ ബന്ധുവിൻ്റെ തോട്ടത്തിലാണ്. ആ തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാനായി പോകുന്നു. കൃത്യമായി അവർ എല്ലായ്പ്പോഴും പോകുന്ന സ്ഥലമാണ്. അവിടെ വാഴയും കാപ്പിയും എല്ലാം നിൽക്കുന്ന, നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണുന്നത് പോലെ, നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കളമശ്ശേരി ഭാഗത്ത് കാണുന്നത് പോലെ തന്നെയുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത്, വളരെ ശാന്തമായ ഒരു പ്രദേശത്ത് രാവിലെ കാപ്പിക്കുരു പറിക്കാൻ പോയ ഒരു സ്ത്രീയാണ് വലിച്ചെടുത്ത് കൊണ്ടുപോയി കടുവ പകുതി തിന്നിട്ട്, കടുവ അവിടെ കിടക്കുകയായിരുന്നു എന്നാണ് ആദ്യം ചെന്ന്, അതായത് ഈ സ്ത്രീയെ തിന്നതിന് ശേഷം കടുവ എവിടെ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം ഓടിയെത്തിയ ആളുകൾ കണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷവും കടുവയെ 3-4 മണിക്കൂറിന് ശേഷം കടുവയെ വീണ്ടും ആ ഭാഗത്ത് ആളുകൾ കാണുകയാണ്. അപ്പോൾ അത് കടുവയുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വനംവകുപ്പിനെ അറിയിക്കുമ്പോഴുള്ള റെസ്പോൺസ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാത്ത പക്ഷം അവരുടെ നാട്ടുകാരനായ മന്ത്രി OR കേളു അവിടേക്ക് ഓടിയെത്തുമ്പോൾ അദ്ദേഹത്തിന് നേരെ ഈ രോഷം മുഴുവൻ ചൊരിയേണ്ട ആവശ്യമില്ല. ആ രോഷം OR കേളുവിനുള്ള രോഷമല്ല കേട്ടോ, AK ശശീന്ദ്രനുള്ളത് വന്നയാൾക്കങ്ങ് കൊടുത്തു വിട്ടതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് വനമന്ത്രി അങ്ങോട്ട് വരാത്തത്. അദ്ദേഹത്തിന് മുട്ടുപറയ്ക്കും. എങ്ങനെ പോയി നിൽക്കും ഈ മനുഷ്യരുടെ മുന്നിൽ? അവരിലൊരാളെ കടുവ കൊന്നു തിന്ന ഇടത്തേക്ക് എങ്ങനെ പോയി നിൽക്കും വനമന്ത്രി? അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. എങ്ങനെ നിൽക്കാൻ കഴിയും? അവിടെ പോയി നിന്നിട്ട് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതുപോലെ 11 ലക്ഷം തരാം, 10 ലക്ഷം തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ജീവന് പരിഹാരമാകുമോ? ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമ്പോൾ പണം കൊടുത്ത് ആ മരണത്തിന് വിലയിടാം എന്നുള്ള ആ ഒരു മൗഢ്യമാണ് ആദ്യം സർക്കാർ തിരുത്തേണ്ടത്. 10-11 ലക്ഷം രൂപയല്ലല്ലോ. നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കുമോ? നമ്മുടെ ജീവൻ അതാണോ നമ്മളിടുന്ന വില? അങ്ങനെയല്ല. ഒരു മനുഷ്യജീവന്റെ വില എന്ന് പറയുന്നത് 10, 20 ലക്ഷമോ 50 ലക്ഷമോ ഒന്നുമല്ല. ആ മനുഷ്യന്റെ ജീവനും സ്വത്തിനുമുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് ഈ പരാജയങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു പരിഹാരം കാണാൻ ഇപ്പോൾ കടുവയെ ഇറക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്നൊരു പക്ഷേ തിരിച്ചു ചോദിക്കുമായിരിക്കാം. പക്ഷേ കടുവകൾ എത്രയുണ്ട് എന്നതിന് കൃത്യമായ കണക്ക് 2022 സെൻസസ് അനുസരിച്ചുണ്ടല്ലോ. വയനാടിന്റെ കാടിന്റെ വിസ്തൃതിക്കുള്ളിൽ ഉൾക്കൊള്ളാവുന്നതിലും അധികം കടുവകളുണ്ട്. അതിലെന്താണ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ? കടുവയെ അവിടെ നിന്ന് പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? അല്ലെങ്കിൽ ടി സിദ്ദിഖ് ഇന്ന് ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത് കണ്ടു. കടുവക്കുഞ്ഞുങ്ങളുമായി ഇരപിടിക്കുന്നത് പരിശീലിപ്പിക്കുകയാണ് എൻ്റെ പ്രദേശത്തുനിന്ന്. അപ്പോൾ ഈ കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, ഇരപിടിക്കാൻ പരിശീലിപ്പിക്കുന്നത് അതൊക്കെ നാട്ടിലാണ്. കാട്ടിലേക്ക് പോയല്ല ഇതൊന്നും കാണുന്നത്, ചുറ്റുവട്ടത്ത് കാണുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ കണക്കിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, 2008 മുതൽ ഈ വന്യജീവി ആക്രമണത്തിൽ 1000-ലധികം പേർ മരിച്ചു എന്ന് പറയുമ്പോൾ വേറെ അപകട മരണങ്ങളൊക്കെ ഇതിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ കണക്കിനെ സമീകരിക്കാൻ വരുന്ന ആളുകളുണ്ട്. പക്ഷേ വന്യജീവിയുടെ ആക്രമണത്തിൽ അങ്ങോട്ട് കാട്ടിൽ കയറിപ്പോയി ആക്രമണത്തിന് ഇരയായവർ
അതിൽ വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമാണ്. കൂടുതലും നാട്ടിലേക്ക് ഇറങ്ങി വന്ന് അങ്ങനെ ആ വന്യജീവിയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട ആളുകളാണ് എന്നുള്ള വസ്തുത കൂടി വനംവകുപ്പ് കണക്കിലെടുക്കേണ്ടതുണ്ട്. എൽദോസിന്റെ മരണം അത് ക്രൂരമായ ഒരു നമുക്ക് അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പറയാൻ കഴിയില്ല. അത്രത്തോളം ഏറ്റവും കൂടുതൽ ആന്തരികാവയവങ്ങൾക്കും അങ്ങനെയെല്ലാം ഇതിപ്പോൾ പകുതി ഭക്ഷിച്ചിട്ട് പോകുന്നു. മറ്റേത് വളരെ മോശമായ അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് തന്നെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മൃതദേഹം കിടക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള ഒരു എംപതിയോട് കൂടിയിട്ടുള്ള ഒരു സമീപനം എന്തുകൊണ്ട് വനം മന്ത്രിയുടെയും വനം വകുപ്പിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല? മരണം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ മാത്രമല്ല, നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. മറ്റുള്ള ഒരാളുടെ വീട്ടിലും ആ മരണം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ വീട്ടിൽ നടന്ന മരണം പോലെ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളോട് ഇടകലർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ എന്നുള്ള പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മോശമാക്കുന്നത് ഈ വനം മന്ത്രിയും വനംവകുപ്പുമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഭീതിയോടെ കഴിയുന്നത് ഈ വന്യജീവി ആക്രമണങ്ങളിൽ ഭയന്നുകൊണ്ടാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുന്ന വലിയൊരു ആയുധമാണ് വന്യജീവി ആക്രമണങ്ങൾ. അത് മലയോര മേഖലയിലാകെ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ മലയോര മേഖലയിലാകെ ഈ ഒറ്റ വിഷയം മതി. ഈ ഒറ്റ വിഷയത്തിൽ കൃത്യമായി അവർക്ക് പ്രചാരണം നടത്താൻ കഴിയും. കാരണം ആളുകൾ നോക്കുമ്പോൾ സത്യമാണ്, എൻ്റെ നാട്ടിലുണ്ടായി, അപ്പുറത്തുണ്ടായി. അങ്ങനെ ഉണ്ണി സാർ നേരത്തെ പറഞ്ഞതുപോലെ വനമുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാ മനുഷ്യർക്കുമുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, അത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. ആ ഭയത്തിൽ കഴിയുന്ന മനുഷ്യനെ ആ ഭയത്തിൽ നിന്ന് അവൻ്റെ ആവാസ വ്യവസ്ഥയിൽ എൻ്റെ തോട്ടത്തിൽ പോയി എനിക്ക് കാപ്പിക്കുരു വിളവെടുക്കാൻ നിൽക്കുന്നു, അത് പറിക്കാൻ പറ്റുമോ സാറേ എന്ന് OR കേളുവിനോട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്. അതായത് വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന ആ ഉൽപ്പന്നം, അത് ഏത് വിളയായാലും, ഇപ്പോൾ കാപ്പിയാണെങ്കിൽ കാപ്പി, അത് കൃത്യമായി അത് എടുക്കേണ്ട സമയത്ത് എടുക്കണം. അതിന് ഈ കടുവയുള്ളപ്പോൾ ഞങ്ങൾക്ക് സാധിക്കില്ല. 450 രൂപയാണ് ഒരു ദിവസം പണിക്ക് പോയാൽ കിട്ടുന്ന കൂലിയെന്ന് മറ്റൊരു മനുഷ്യൻ പറയുന്നുണ്ട്. ആ കൂലി സർക്കാർ കൊടുക്കുമോ? ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കാശ് തരും എന്ന് പറയുന്നു. പക്ഷേ ജീവിക്കുന്ന മനുഷ്യന് അവിടെ ജീവിക്കാൻ പറ്റണ്ടേ? അവൻ്റെ ജീവനോപാധി അവന് സംരക്ഷിക്കാൻ പറ്റണ്ടേ? അതിനൊന്നും ഒരു രീതിയിലുമുള്ള സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ സ്റ്റേറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം സ്റ്റേറ്റിന് നേരെ, സർക്കാരിന് നേരെ ഉയരാനുള്ള കാരണം ഉണ്ടാക്കുന്നത് ഇവിടെ വനംവകുപ്പാണ് എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീയെ പകുതി ഭക്ഷിച്ചാണ്, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അവരെ പകുതി ഭക്ഷിച്ച് അവിടെ ഇടുകയാണ്. അത് എത്രത്തോളം ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അവരുടെ അടുപ്പക്കാർക്ക്. മിന്നുമണിയുടെ ബന്ധുവാണെന്ന് മിന്നുമണി എഴുതുന്നു. എത്രമാത്രം ഭീതി അവിടെയുള്ള മനുഷ്യരിലെല്ലാം ഉണ്ടായിട്ടുണ്ടാകും. അവരെല്ലാവരും കൂടി ആ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഓഫീസിലേക്ക് ഈ രാധയുടെ മൃതദേഹം കൊണ്ടുവരുമ്പോൾ അവിടെ വന്ന് അത്രയും ക്ഷോഭത്തോടെ സംസാരിക്കുന്നതിന് പിന്നിൽ അവരുടെ കാർഷിക വിളകളുടെ വിളവെടുപ്പൊന്നുമല്ല, അവർക്ക് പേടിയുണ്ട്. ഇതേ രീതിയിൽ നാളെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ മറ്റൊരാൾ ഇതേപോലെ വീണ് കിടക്കും, അപ്പോഴും ഇതേ മന്ത്രിയും സംവിധാനങ്ങളും വന്ന് പണം ഓഫർ ചെയ്തിട്ടങ്ങ് പോകും, അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല, സ്ഥിരം സംവിധാനം ഉണ്ടാകില്ല എന്നവർ തിരിച്ചറിയുകയാണ്. ഇവിടെ OR കേളു മന്ത്രിക്കെതിരെ തിരിഞ്ഞതോടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തി മാറ്റുകയായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ OR കേളുവിനെ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ പോസിറ്റീവായി തോന്നിയത്, അദ്ദേഹം ഇത്രയും ജനരോഷമുണ്ടായി, ജനങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ വനമന്ത്രി കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങൾ OR കേളുവിൽ നിന്ന് നമ്മളവിടെ കാണുകയുണ്ടായി. അദ്ദേഹം എന്നിട്ടും ഈ രാധയുടെ ആക്രമണത്തിൽ രാധയ്ക്ക് ജീവൻ നഷ്ടമായ പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ RRT സംഘം കൂട് സ്ഥാപിക്കുന്ന ഇടത്തേക്കും എല്ലാം പോയി അവിടെയെല്ലാം കൃത്യമായി എന്താണ് സംഭവം എന്നൊക്കെ നോക്കാനായിട്ട് അദ്ദേഹം അവിടേക്ക് പോകുന്നുണ്ട്. വേണമെങ്കിൽ ആ ഫോറസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ഓഫീസിൻ്റെ അവിടെ തുടർന്നാൽ മതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകാം. പക്ഷേ അദ്ദേഹം അതിൽ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്നുണ്ട്. കാരണം അവിടുത്തെ മനുഷ്യരുടെ വേദന അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടുത്തുകാരനായ മന്ത്രിയാണ്. അവിടെ AK ശശീന്ദ്രൻ അവിടുത്തെ അതെ MLA മന്ത്രിയുമാണ്. മാത്രമല്ല ആ വിഭാഗത്തിന്റെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മരിച്ചത്. 2 കോടി രൂപ ആ മേഖലയ്ക്ക് വേണ്ടി വന്യജീവി സംഘർഷങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, സ്വന്തം ഫണ്ട്. അതെവിടെ ഞാൻ പറയുന്നത്, അതൊക്കെ എവിടെയാണ്, ആരാണ് വിനിയോഗിക്കേണ്ടത്, അതിലേക്കാണ് ഞാൻ വന്നത്. OR കേളു എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം മന്ത്രിയായിട്ട് ചുരുങ്ങിയ മാസങ്ങളെ ആയിട്ടുള്ളൂ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അവിടെയുള്ള മനുഷ്യരുടെ വേദന കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. പക്ഷേ ഇന്ന് ഈ മാനന്തവാടിയിൽ ഈ ആക്രമണം ഉണ്ടായ പ്രദേശം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു, നമ്മൾ പറയുമല്ലോ ചില സ്ഥലങ്ങളൊക്കെ പ്രോൺ ടു അറ്റാക്സ്, പക്ഷേ ഇത് അങ്ങനെയുള്ള സ്ഥലമല്ല. അവിടെ വന്ന് കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്നതല്ലാതെ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് ആളുകൾ പറയുന്നു. കാരണം ചെറിയ ചെറിയ തോട്ടങ്ങൾ, 2 ഏക്കറും 1.5 ഏക്കറും ഒക്കെയുള്ള ചെറിയ ചെറിയ തോട്ടങ്ങളിൽ കൃഷി നടത്തി ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. അവരുടെ വീട്ടിൽ നിന്നാണ് ഒരാളെ കടുവ പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ കാടിറങ്ങി വരുന്ന, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാടിറങ്ങി വരുന്ന ഈ കൊലയാളി എന്ന് തന്നെ പറയണം. നരഭോജി കടുവയാണോ എന്ന് നോക്കട്ടെ എന്നാണ്. കടുവ ഇങ്ങ് വന്നിട്ട് പറയും, ഞാൻ നരഭോജിയാണ്, എന്നെ കൊന്നോളൂ എന്ന്. നരഭോജിയാണോ എന്ന് നോക്കട്ടെ. കേന്ദ്ര നിയമം
നിയമമാണ് പറയുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് അതാണ്, നരഭോജിയാണോ എന്ന് നോക്കട്ടെ എന്ന്. ഈ കടുവ വീണ്ടും അവിടെ ആ പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ കണ്ടു. നാട്ടുകാർ ഒരു തവണ കണ്ടെങ്കിൽ ആ കടുവ എത്ര തവണ ആ ഭാഗത്ത് കൂടി പോയിട്ടുണ്ടാകും എന്നതാണ് ഊഹിക്കേണ്ടത്. അപ്പോൾ ആ ഭാഗത്ത് തന്നെ കടുവയുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം അമരക്കുനിയിലെ കടുവയെ എത്ര ദിവസം എടുത്താണ് പിടികൂടിയതെന്ന് നമ്മൾ കണ്ടതാണ്. ഈ ലാഘവത്തോടു കൂടിയുള്ള സമയമെടുത്തുകൊണ്ടുള്ള ആളുകളുടെ ഭീതി കൂട്ടിക്കൊണ്ടുള്ള സമീപനമല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ, നിങ്ങൾ ഫെൻസിങ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഈ പ്രഖ്യാപനങ്ങളും നിങ്ങളുടെ ഈ വാക്കുകളും ജനത്തിന് മടുത്തു, അങ്ങനെ ചെയ്യുന്ന ഒരു വകുപ്പിനെ അല്ല ഇവിടെ ആവശ്യം. ഇവിടെ ആക്ഷനാണ് വേണ്ടത്. ഇനി കൂടുതൽ വാചകമടി വേണ്ട. ആക്ഷനിലൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആ മനുഷ്യർ ഭയമില്ലാതെ കിടന്ന് ഉറങ്ങട്ടെ എന്നുള്ളതാണ്. അല്ലാതെ വന്യജീവി സ്വയം ഈ ആക്രമണം നിർത്തും എന്നൊന്നും കരുതിയിരിക്കേണ്ട ഒരു കാര്യവുമില്ല. വന്യജീവികൾ പെരുകുകയാണ്. അതനുസരിച്ച് അവ കാടിറങ്ങി വരും. അവർക്ക് ആവശ്യമായ 2.61 ചതുരശ്ര കിലോമീറ്റർ അത്രയൊക്കെ മാത്രമേ ഒരു കടുവയ്ക്ക് ആവാസ വ്യവസ്ഥയെ കിട്ടുന്നുള്ളൂ. അത് പോരാ. കടുവയ്ക്ക് ആവശ്യമായ കടുവയ്ക്ക് ആ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരും. ആ കാടിനോട് ചേർന്ന് തന്നെയുള്ള കാപ്പിത്തോട്ടമാണ്. അപ്പോൾ ആ പ്രദേശത്തേക്ക് ആ കടുവ വരും എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഒട്ടും നമുക്ക് ഒരു അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിലല്ല നിലവിലത്തെ സംവിധാനമുള്ളത്. അതുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഈ വനനിയമ ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇപ്പോഴും കേന്ദ്രം അതിൽ അനങ്ങിയിട്ടില്ല. ഒരു കാര്യം പോലും ചെയ്തില്ല. ഇവിടെ സംസ്ഥാനത്തിന് ചെയ്യാനുള്ള ആ വേലി ആദ്യം കെട്ടട്ടെ സാറേ. വേലിയല്ലല്ലോ. ഇപ്പൊ വനനിയമ ഭേദഗതി വന്നാൽ, കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ എങ്ങനെയാണോ കാട്ടുപന്നികളെ വെടിവെക്കുന്നത് അതേപോലെ തന്നെ ഈ അപകടകാരികളായ ജീവികളെ വെടിവെക്കാൻ സാധിക്കും. എന്താ കൊടുക്കാത്തത്? വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, വെടിവെച്ച് കൊല്ലാൻ അനുമതിയില്ല എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട പ്രാഥമികമായി ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒന്ന്, ഇതിന് പ്രശ്നം എന്താ? കടുവയിൽ എണ്ണം കൂടി അത് മാനിട്രായി തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപകടകാരിയായി തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളത് ലോകമെമ്പാടും നടക്കുന്ന കാര്യമാണ്. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടുകൂടി ആദ്യം കൂട് സ്ഥാപിക്കുന്നു. അതാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. കൂട് സ്ഥാപിക്കുന്നു, അതിനുശേഷം അത് ചെയ്യാമല്ലോ. കൂട് സ്ഥാപിച്ചതിന് ശേഷം ചെയ്യാമല്ലോ. ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് ഇവിടെ ഡോക്ടർ അരുൺ, ഈ സർക്കാരിന്റെയും വനം വകുപ്പിനെ ഒരു തരത്തിലും താങ്കൾ ന്യായീകരിക്കാൻ വരല്ലേ? സർക്കാരിന്റെ വനനിയമ ഭേദഗതി, വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഭേദഗതി അത്യന്താപേക്ഷിതമാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത്. ആ നിലപാട് കേന്ദ്ര സർക്കാരും ഉണ്ടാക്കണം. 1972 സാഹചര്യമല്ല 2025 താങ്കൾ പറഞ്ഞതുപോലെ കടുവയുടെ എണ്ണം പെരുകുന്നുണ്ടെങ്കിൽ, അത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെ ഒഴിവാക്കാൻ ആവശ്യമായ നിയമ ഭേദഗതി ഉണ്ടാവണം. അതെന്താ സർക്കാരിന് ബുദ്ധിമുട്ട്? അതേ ഉള്ളൂ ചോദ്യം. അപ്പോൾ വ്യക്തതയില്ലേ സംസ്ഥാന സർക്കാരിന് എന്നതായിരുന്നു ചോദ്യം. വ്യക്തതയില്ല എന്ന് തന്നെയാണ് 3 പേരുടെയും ഉത്തരം. Meet the editors.